ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യ വഴിയുടെ 8ാമത്തെ ദിവസം. കാൽവരി മല പ്രാർത്ഥിച്ച് കയറുന്ന അനുഭവമാകണം നമുക്ക് ഈ യാത്ര. ഈശോ നടന്ന വഴികളിലൂടെ, അവൻ്റെ ചോര വീണ വഴികളിലൂടെ, അവൻ്റെ പിന്നാലെ പ്രാർത്ഥനയോടെ നടക്കുന്ന ഒരു അനുഭവമായിട്ട് ഈ കാരുണ്യ വഴി ശുശ്രൂഷ മാറട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവജനമേ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ഇന്നത്തെ ടോക്ക് ഇതെന്തോ സ്പെഷ്യലാണ്. അങ്ങനെ പറയാൻ കാര്യം അത്ര ഭംഗിയുള്ള ടോക്ക് എന്നുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ പ്രാർത്ഥന വേണം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഈ വിഷയം, അതിൻ്റെ മാറ്റ് ഒരു തരി പോലും കുറയാതെ നിങ്ങളിലേക്ക് എത്താൻ, അത് നമുക്ക് മനസ്സിലാകാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കണം. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ആമുഖം പറഞ്ഞ് ഈ ടോക്കിലേക്ക് പ്രവേശിക്കുന്നതെന്ന്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31-32 വാക്യങ്ങൾ. ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു, നമുക്കിനി മുഴുവൻ ഇങ്ങനെ ബൈബിള് വെച്ചുള്ള യാത്രയാണ്, വചനം ധ്യാനിച്ചുള്ള യാത്രയാണ്. ഈ വചനം ധ്യാനിക്കുന്ന ഭാഗമൊക്കെ ഈശോയുടെ പീഡാസഹനവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഇന്ന് എടുക്കുക ലൂക്ക 22, 31, 32. ഈ ദിവസങ്ങളിൽ 1-2 ബൈബിൾ അധികം വാങ്ങിച്ചാലും കുഴപ്പമില്ല കേട്ടോ. പ്രത്യേകിച്ച് ഈ 2-3 പേരൊക്കെ ഒരുമിച്ചൊരു വീട്ടിലിരുന്നാണ് ധ്യാനിക്കുന്നതെങ്കിൽ, ഇത് കേൾക്കുന്നതെങ്കിൽ, ഒരാളുടെ കയ്യിൽ മാത്രമേ ബൈബിൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്നില്ല. എന്നിട്ട് മറ്റേയാൾ വലിയ അധികാരത്തോടെ ബൈബിൾ എടുക്കുക, വായിക്കുക എന്നൊക്കെ പറയുന്ന ശൈലിയും വേണ്ട. എല്ലാവർക്കും എടുക്കാമല്ലോ ബൈബിള്, എല്ലാവർക്കും വാങ്ങിക്കാൻ കിട്ടുന്നതാണല്ലോ. അതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ഈ ദിവസങ്ങളിൽ, കാരണം ഇത് 1, 2, 3 ദിവസം കൊണ്ട് തീർന്നു പോകുന്ന ശുശ്രൂഷയല്ല, 5 ദിവസത്തെ കൺവെൻഷൻ പോലെയല്ല, 40 ദിവസം എടുത്ത് നടത്തുന്ന ശുശ്രൂഷയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ന് 8-ാം ദിവസമായില്ലേ, ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരു ശീലം ആരംഭിച്ചാൽ ഇനിയുണ്ട് 32 ദിവസം കൂടെ. ആ 32 ദിവസം കൊണ്ട് അത് നിങ്ങൾക്കൊരു ഹാബിറ്റായിട്ട് മാറും. നിങ്ങൾ ബൈബിളിനോട് വളരെ പരിചിതരായിട്ട് മാറും. അതുകൊണ്ട് പുറത്തു പോയി ഒരു പുതിയ ബൈബിളൊക്കെ വാങ്ങിച്ച് ഈ ശുശ്രൂഷയിൽ തുടർന്ന് പങ്കെടുക്കുന്നതും നല്ലതാണ്. മൊബൈലിൽ ഉപയോഗിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ പുസ്തകം കയ്യിൽ പിടിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിശ്ചയമായും ഈ പുസ്തകം തന്നെ വേണം. മൊബൈൽ പോരാ എന്ന് ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് മൊബൈലിൻ്റെ പർപ്പസ്, അതിന് വേറെ ഉദ്ദേശങ്ങളല്ലേ ഉള്ളത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ മൊബൈലിൽ ബൈബിൾ വായിക്കുന്നവരോടായിട്ടാണ്. ചിലർ എപ്പോഴും മൊബൈലും കൊണ്ട് നടന്ന ബൈബിൾ വായിക്കുന്നത്. എനിക്കതിന് പറയാനുള്ളത്, നിങ്ങൾ മൊബൈലിൽ ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിൽ ആ മൊബൈല് വേറെ ഒരു കെട്ട കാര്യത്തിനും ഉപയോഗിച്ച മൊബൈലാകരുത്, അത്രയേ ഉള്ളൂ. ആ മൊബൈല് വേറെ ഒരു വൃത്തികെട്ട കാര്യത്തിനും ഉപയോഗിച്ച മൊബൈലാകരുത്. രണ്ടും കൂടെ പറ്റില്ല. ചാണകത്തിൽ കൊണ്ടുപോയിട്ട് തേനൊഴിച്ച് വെക്കരുത്, രണ്ടും കൂടെ പറ്റില്ല. അതായത് നമ്മൾ ഈ മൊബൈലിൽ കൂടെ സംസാരിച്ച ദുഷിപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പം കുറ്റം പറഞ്ഞിട്ടില്ലേ, ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞിട്ടില്ലേ, നമ്മൾ അതിനകത്ത് ആവശ്യമില്ലാത്ത ചാറ്റ് ചെയ്തിട്ടില്ലേ, ആവശ്യമില്ലാത്ത കാഴ്ചകൾ കണ്ടിട്ടില്ലേ, ഇതെല്ലാം കണ്ടിട്ടേ ആ മൊബൈലിൽ ബൈബിൾ വായിക്കുക. എന്തൊരു പരിപാടിയത്! അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ വേറൊരു മൊബൈലിൽ ബൈബിൾ വായിക്കാൻ വേണ്ടി തന്നെ വാങ്ങിച്ച് വെക്കണം. അതാ പിന്നെ കുഴപ്പമില്ല, മര്യാദയുണ്ട്. ഇതങ്ങനെ ചെയ്യരുത്. ഇത് ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം ഇത് വചനമാണ്. അപ്പോൾ അതുകൊണ്ട് ആ പുസ്തകം കയ്യിലെടുക്കാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ബൈബിൾ കൊണ്ട് തന്നെ വായിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ലൂക്ക 22, 31, 32. എൻ്റെ കൂടെ നിൽക്കണം. ഇന്ന് ഈ ടോക്ക് തകർക്കാൻ, ഇത് നിങ്ങളുടെ തലയിൽ കയറാതിരിക്കാൻ പിശാച് അവൻ്റെ സർവ്വ പണിയും എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് പ്രാർത്ഥിക്കുക, ഇന്നത്തെ ടോക്കിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. ശ്രദ്ധിച്ചിരിക്കണം. ലൂക്ക 22, 31, 32. ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ഈശോ അവൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസിനെ ഒരു ജോലി ഏൽപ്പിക്കുകയാണ്. ശിമയോൻ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് എൻ്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. നമ്മൾ ആ വാക്യത്തിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഒന്നാമത്തത്, ശിമയോൻ 2 വട്ടം വിളിച്ചത്.
എന്നെ കേൾക്കാറുള്ളവർക്കറിയാം, ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഈ 2 വട്ടം വിളിക്കുന്ന രീതി. 2 വട്ടം വിളിക്കുന്നത് പുതിയ നിയമത്തിൽ തന്നെ എവിടൊക്കെയുണ്ട്? മർത്ത മർത്ത, ഇവിടെ ശിമയോൻ ശിമയോൻ, കുറച്ച് കഴിയുമ്പോൾ സാവൂൾ സാവൂൾ, 2 വട്ടം വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? പറഞ്ഞുകൊണ്ടിരുന്നത് അത് അധിക ശ്രദ്ധ. റീസെൻ്റ്ലി ഏറ്റവും അടുത്ത് നടന്ന ധ്യാനത്തിലും ഞാൻ പറഞ്ഞത് അധിക ശ്രദ്ധ ആവശ്യപ്പെടുന്നു കർത്താവ്. ലിസൺ ഹിയർ, ഇങ്ങോട്ട് നോക്ക്. അതിനുവേണ്ടിയാണ് 2 പ്രാവശ്യം വിളിച്ചത്. പക്ഷേ ഞാൻ തിരിച്ചറിയുകയായിരുന്നു, ഇന്ന് ശാലോമിൽ ഈ ടോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ശിമയോൻ ശിമയോൻ എന്നുള്ളത് ആ 2 വാക്കെടുത്ത് ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കിയ വേറൊരു കാര്യമുണ്ട്. എന്നറിയാമോ? 2 പ്രാവശ്യം കർത്താവ് പേര് വിളിച്ചത്, പുതിയ നിയമത്തിൽ കർത്താവ് 2 പ്രാവശ്യം പേര് വിളിച്ചിടത്തൊക്കെ കർത്താവിനൊരു സങ്കടം ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം പേര് വിളിച്ചിടത്തൊക്കെ കർത്താവിന് സങ്കടം ഉണ്ടായിരുന്നു. മർത്ത മർത്ത, കർത്താവിനൊരു സങ്കടമുണ്ട്. എൻ്റെ മർത്ത, നീ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടാതടി, നീ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയാണ്. കർത്താവിന് സങ്കടമുണ്ട്. സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? കണ്ടോ, കർത്താവിനൊരു സങ്കടമുണ്ട്. സങ്കടത്തോടെയാണ് അവൻ 2 പ്രാവശ്യം വിളിച്ചത്. ഇവിടെ ശിമയോനെ വിളിക്കുമ്പോഴും കർത്താവിനൊരു സങ്കടമുണ്ട്. ശിമയോൻ ശിമയോൻ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് ചിതറിക്കുന്നത് പോലെ ചിതറിക്കാൻ പോവാണ്. ബിവെയർ, ശ്രദ്ധിക്കടാ ശിമയോനെ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്ന് പറയുന്നില്ലേ, അതാണ് ഇതിനകത്തെ കോർ സെൻറ്റൻസ്. അതവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് അവസാനത്തേക്ക് വയ്ക്കാം. അത് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട്, എന്നാൽ നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ചിന്തിച്ച് നോക്കിക്കേ, എനിക്ക് വേണ്ടി എൻ്റെ ഈശോ പ്രാർത്ഥിച്ചെന്ന്. നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച കാര്യം എന്താണെന്നറിയാമോ? വിശ്വാസം പോകാതിരിക്കാൻ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോയാൽ അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ പ്രാർത്ഥന തന്നെ വൃഥാവിലായിപ്പോയെന്നല്ലേ. അതുകൊണ്ട് കർത്താവിന് ഞാൻ സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഒരു ഡീറ്റെയിൽഡ് അക്കാഡമിക് സ്റ്റഡി ഞാൻ നടത്തിയില്ല, പക്ഷേ എനിക്ക് പെട്ടെന്ന് തലയിലോട്ട് വന്നത് 2 കാര്യങ്ങളാണ് ഈശോ പ്രാർത്ഥിച്ചത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തത് 2-3 കാര്യങ്ങൾ. ഒന്നാമത്തത്, ലോകത്തിലായിരിക്കുമ്പോഴും ലോകത്തിൻ്റെതാകാതെ ജീവിക്കാൻ പ്രാർത്ഥിച്ചു, അല്ലേ? പ്രധാനപ്പെട്ട പ്രാർത്ഥന, പിതാവേ, ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മളിൽ ഒന്നായിരിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയ്ക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ദേ വിശ്വാസത്തിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചെന്ന്. നിൻ്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മുടെ വിശ്വാസം, നമ്മൾ വിശ്വാസിയായിട്ടിരിക്കണമെന്നുള്ളത് കർത്താവിൻ്റെ എത്ര അധികമായ ആഗ്രഹമാണെന്ന് ഓർക്കണേ. നമ്മൾ വിശ്വാസിയായിട്ടിരിക്കണമെന്നുള്ളത് കർത്താവിൻ്റെ എത്ര അധികമായ ആഗ്രഹമാണെന്ന് നമുക്ക് ഓർമ്മയുണ്ടാകണം. എന്നിട്ട് തിരിച്ച് നമ്മൾ ആ വാക്യത്തിലേക്ക് വരിക. സാത്താൻ നിങ്ങളെ ചിതറിക്കാൻ, പാറ്റാൻ ഉദ്യമിച്ചു. ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. സ്കാറ്ററിങ് ആണ് ഉദ്ദേശിക്കുന്നത്, ചതറിച്ച് കളയലാണ്. ഇങ്ങനെ ഈ പണ്ട് കാലത്തെ മുതിർന്ന തലമുറയ്ക്കറിയാം, നമ്മുടെ നാട്ടിൽ ഗോതമ്പ് പാറ്റിയിട്ടില്ലെങ്കിലും ഈ നെല്ലെങ്കിലും നമ്മളിങ്ങനെ പതിര് മാറ്റുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു? ഇതിങ്ങനെ കുടഞ്ഞിടും, കനമുള്ള നെല്ല് താഴേക്ക് വീഴും, കനമില്ലാത്ത പതിര് ഈ ചെറിയ കാറ്റിൽ അങ്ങനെ അങ്ങ് പറന്ന് പോകും. അപ്പം കാമ്പുള്ളതിനെ ശേഖരിക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ഒരു പരിപാടി കർത്താവ് ഈ പിശാച് ചെയ്യാൻ പോവുക. അപ്പോൾ ചിതറിക്കപ്പെട്ട് പോകരുത്, വിശ്വാസത്തിൻ്റെ കനമുണ്ടാകണമെന്ന്. അതാണ് എൻ്റെ അർത്ഥം. നോക്കിക്കേ, സിമ്പിളാണത് മനസ്സിലാക്കാൻ വേണ്ടി. സാത്താൻ നമ്മളെ കുടയുന്നു. വിശ്വാസത്തിൻ്റെ കനമുള്ള നെന്മണികൾ, ഗോതമ്പ്, അത് കർത്താവിൻ്റെ കൊട്ടയിൽ വീഴും. വിശ്വാസത്തിൻ്റെ കാമ്പും കനവും ഇല്ലാത്തവ അത് കാറ്റിൽ ചിതറിക്കപ്പെട്ടു പോകും, പറന്നു പോകും. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, എന്ത്? നിനക്ക് വിശ്വാസമുണ്ടാകാൻ വേണ്ടി, നിൻ്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ രംഗം ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സുടനെ പോകേണ്ടത് ജോബിൻ്റെ പുസ്തകത്തിലേക്കാണ്. എൻ്റെ കൂടെ നിങ്ങൾ ജോബിൻ്റെ പുസ്തകത്തിലേക്ക് വായോ. എടുത്ത് മടി വെക്കുക. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ഒരു 6-ാമത്തെ വാക്യം തൊട്ട് അത് വായിക്കണം. ഇപ്പം ഞാൻ പറയുന്ന കേട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഭാഗം, ഇന്നത്തെ ഹോംവർക്കാണ് കേട്ടോ, ഈ ഭാഗം ഒന്ന് വായിക്കണം. ഇന്നത്തെ ഹോംവർക്ക് ജോബിൻ്റെ പുസ്തകം 1ഉം 2ഉം അധ്യായം വായിച്ച് ധ്യാനിക്കുക. അതാണ് ഇന്നത്തെ ഹോംവർക്ക്. അപ്പോൾ ഇങ്ങോട്ട് നോക്കുക. കർത്താവ് ഇങ്ങനെ ഇരിക്കുമ്പോൾ, കർത്താവിൻ്റെ സദസ്സാണ്, മാലാഖമാരും കർത്താവുമൊക്കെ ദൈവമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പിശാച് ഇങ്ങനെ നടന്നു കയറി വന്നു. അപ്പോൾ പിശാച് ചോദിച്ചു,
അത് ദൈവം ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നതാ പിശാചേ എന്ന് ചോദിച്ചു. അപ്പോൾ പിശാച് പറയുന്നു, ഞാൻ ലോകം മുഴുവൻ കറങ്ങിയിട്ട് വരിക, വേൾഡ് ടൂർ കഴിഞ്ഞിട്ട് വരിക, പിശാച് പറഞ്ഞു. അപ്പോൾ ഉടനെ ദൈവം ചോദിച്ചു, അഭിമാനത്തോടെ ദൈവം ചോദിച്ചു, എടാ നീ എൻ്റെ ജോബിനെ കണ്ടോടാ, എൻ്റെ ജോബിനെ നീ കണ്ടോ? സൂപ്പറല്ലേ അവൻ, അവനെപ്പോലെ ദൈവഭക്തൻ, അവനെപ്പോലെ നീതിയുള്ളവൻ വേറെ ആരുണ്ടടാ എന്ന് പറഞ്ഞ് കർത്താവ് ജോബിനെ കുറിച്ച് അഭിമാനിച്ചു. എന്ന് ഓർത്ത് നോക്കിക്കേ, പിശാച് ഒരു ദിവസം കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് നമ്മുടെ പേര് പറഞ്ഞ് അഭിമാനിക്കുന്ന രംഗം ഓർത്ത് നോക്കണം. നീ എൻ്റെ കൊച്ചിനെ കണ്ടോ? നീ എൻ്റെ ജെയിംസിനെ കണ്ടോ? നീ എൻ്റെ ടോണിയെ കണ്ടോ? നീ എൻ്റെ ആൻസിയെ കണ്ടോ? നീ എൻ്റെ ലിസിയെ കണ്ടോ? എന്നൊക്കെ പറഞ്ഞ് നമ്മുടെയൊക്കെ പേര് പറഞ്ഞ് കർത്താവ് അഭിമാനിക്കുകയാണ് പിശാചിൻ്റെ മുമ്പിൽ. നീ കണ്ടോ അവനെ കണ്ടോ, അവളെ കണ്ടോ? അപ്പോൾ ഉടനെ പിശാച് പറയുകയാണേ, പിശാച് ആരാ? ബുദ്ധിമാനല്ലേ? പിശാച് കർത്താവിനോട് പറഞ്ഞു, എങ്ങനെ അവൻ മിടുക്കനല്ലാതിരിക്കും? എങ്ങനെ ജോബ് മിടുക്കനല്ലാതിരിക്കും? കാരണം എന്താ? നീ അവൻ്റെ ചുറ്റും, അവൻ്റെ ഭവനത്തിൻ്റെ ചുറ്റും, അവൻ്റെ സമ്പത്തിൻ്റെ ചുറ്റും അവനെ വേലി കെട്ടി സേഫാക്കി വെച്ചിരിക്കുകയല്ലേ? നീ എല്ലാം കൊടുത്ത് അവനെ ലാളിച്ച് വെച്ചിരിക്കുകയല്ലേ? പിന്നെ എങ്ങനെ അവൻ മിടുക്കനല്ലാതിരിക്കും? അപ്പോൾ കർത്താവിന് സങ്കടമായി. അതന്നെ വർത്താനമാണ് പിശാച് പറഞ്ഞത്. അപ്പോൾ കർത്താവിന് ജോബിൻ്റെ മേൽ നല്ല കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ പോയി തോണ്ടി നോക്കവനെ, നീ പോയി തോണ്ട്, എൻ്റെ ചെറുക്കനെ നീ പോയി തോണ്ടി നോക്ക്, നീ പോയി അവൻ്റെ കുടുംബത്തെ തോണ്ട്, നീ പോയി അവൻ്റെ സമ്പത്തിനെ തോണ്ടി നോക്ക്, അവന് വല്ല മാറ്റം വരുമെന്ന് നോക്ക്. പിശാച് അവൻ്റെ സന്നാഹവുമായിട്ട് വന്നിട്ട് ജോബിനിട്ട് തോണ്ടാൻ തുടങ്ങി. ജോബിൻ്റെ കുടുംബം അവൻ വഷളാക്കാൻ തുടങ്ങി. അവൻ്റെ സമ്പത്ത് ഈ പിശാച് തകർക്കാൻ തുടങ്ങി. ഇതാണ് പത്രോസിനോട് കർത്താവ് മുൻകൂട്ടി പറഞ്ഞത്. കാരണം ഈശോ തമ്പുരാൻ ഇത് കണ്ടതാ. ഈശോ ഈ കാഴ്ച കണ്ടവനാണ്. അതുകൊണ്ട് അവൻ നേരത്തെ പറയുകയാണ്, പത്രോസേ സംഭവിക്കും ഇതൊക്കെ കേട്ടോ, നോക്കി ഇരുന്നോണം, സംഭവിക്കും, ബിവെയർ, ബി കെയർഫുൾ എന്ന് നേരത്തെ പറയുകയാണ്. ചതറിച്ചു, ജോബിനെ അതുപോലെ ചതറിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു ദിവസം പിശാച് അലഞ്ഞ് തളർന്ന് വന്നു, കർത്താവിൻ സദസ്സിലോട്ട് വന്നു. കർത്താവ് ഊറി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തായി ജോബിനെ പോയി തോണ്ടിയിട്ട് എന്തായി? അപ്പോൾ ഈ പിശാചൊരു മറുപടി പറയുന്നത്, പിശാചിനെ പോലെ തന്ത്രശാലി. പിശാച് കർത്താവിനോട് പറഞ്ഞ ആ വർത്തമാനം കേൾക്കണം. അത് 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ സമ്മതിച്ചെങ്കിലും. പിശാച് പറയുന്നതാണ്, പിശാച് ദൈവത്തോട് പറയുന്നതാണ്, അകാരണമായി. നമ്മളിതിലോ പറയത്തില്ല, എന്തിനാണ് ഈ സഹനം, ഇതിൻ്റെ കാരണം എന്താ? ഒരു കാരണമില്ല. അതാണ് ഈ പറയുന്നത്, അകാരണമായി അവനെ നശിപ്പിക്കാൻ. ആരെ? ജോബിനെ നശിപ്പിക്കാൻ നീ എന്നെ സമ്മതിച്ചെങ്കിലും, ദൈവം പിശാചിനെ സമ്മതിച്ചെങ്കിലും അവൻ്റെ വിശ്വസ്തത അചഞ്ചലമായി നിൽക്കുന്നു. ഓണപരീക്ഷയ്ക്ക് ജോബ് പാസ്സായി, പിശാച് തോറ്റു. അവൻ വിശ്വസ്തനായി അചഞ്ചലനായിട്ട് നിൽക്കുന്നു. എന്നിട്ട് പിശാച് അടുത്ത ട്രംപ് കാർഡ് ഇറക്കുകയാണ്, അടുത്ത കാര്യം ഇറക്കുകയാണ്. പിശാച് കർത്താവിനെ സമ്മർദ്ദത്തിലാക്കുകയാണ്. സാത്താൻ പറഞ്ഞു, ചർമ്മത്തിനു പകരം ചർമ്മം, ജീവന് വേണ്ടി തനിക്കുള്ളത് എന്തും മനുഷ്യൻ ഉപേക്ഷിക്കും. ജീവന് വേണ്ടി തനിക്കുള്ളത് എന്തും മനുഷ്യൻ ഉപേക്ഷിക്കും. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ജീവന് വേണ്ടിയിട്ട് അവൻ അതുവരെ ചേർത്ത് പിടിച്ച ഏത് വാല്യൂ, ഏത് പുണ്യവും മനുഷ്യൻ ഉപേക്ഷിക്കുമെന്ന് കർത്താവിനെ അസ്വസ്ഥപ്പെടുത്തി ഇവൻ്റെ വർത്തമാനം ഒന്ന് ദൈവം തിരിച്ചു പറയുന്നുണ്ട്. എന്നിട്ട് ഇവൻ പിശാച് ഉടനെ പറയുകയാണ്, ഡീറ്റെയിൽ ഇത് കൊടുക്കുക, ഇനി കർത്താവിന് ദൈവത്തിന് മനസ്സിലായില്ലെങ്കിലേ എന്നാൽ പിടിച്ചോളാൻ പറഞ്ഞുകൊണ്ട് പിശാച് പറയുകയാണ്, അങ്ങ് അവൻ്റെ അസ്ഥിയിലും മാംസത്തിലും കൈവെക്ക്. ഇപ്പം അവൻ്റെ സമ്പത്തല്ലേ തകർത്തുള്ളൂ, അവൻ്റെ വീടല്ലേ പോയുള്ളൂ, അവൻ്റെ കാറല്ലേ പോയുള്ളൂ, അവൻ്റെ ഭാര്യയല്ലേ ഇട്ടിട്ട് പോയുള്ളൂ. അവൻ്റെ ദേഹത്തെ തൊട്ട് നോക്കുന്നേ, അവൻ്റെ ദേഹത്തൊട്ട് നോക്ക്. അവനൊരു രോഗം കൊടുക്ക്, അവനൊരു ക്യാൻസർ കൊടുക്ക്, അവൻ്റെ കാലൊന്ന് ഒടിക്ക്, അവൻ്റെ ദേഹത്തൊരു കുഷ്ഠം കൊടുക്ക്, അപ്പം കാണാൻ കളി എന്ന് പിശാച് ദൈവത്തോട് പറയുകയാണ്. അങ്ങ് അവൻ്റെ അസ്ഥിയിലും മാംസത്തിലും കൈവെക്ക്, അപ്പോൾ അവൻ അങ്ങയെ ദുഷിക്കും. അപ്പം കാണാം. അപ്പം അവൻ പറയും, ഇതെന്തൊരു ദൈവമാണ്, നീതിയോടെ ഞാൻ ജീവിച്ചിട്ട് എനിക്കെല്ലാ ഞെരുക്കങ്ങളും ഉണ്ടായപ്പോഴും കർത്താവിന് വേണ്ടി തന്നെ പറ്റിച്ചേർന്ന് എന്നിട്ട് എനിക്ക് സഹനത്തിന്മേൽ സഹനമോ എന്ന് പറഞ്ഞ് ദൈവത്തെ ജോബ് ദുഷിക്കുമെന്ന് പിശാച് കണക്ക് കൂട്ടുകയാണ്. എന്നിട്ട് പറയുകയാണ്, അപ്പോൾ ദൈവം അനുവാദം കൊടുത്തു, ഇതാ അവനെ നിനക്ക് ഞാൻ വിട്ടു തരുന്നു. ചില നേരത്ത് അങ്ങനെയാണ് കേട്ടോ. ഇത് ഭയങ്കര റിവീലിംഗ് ആണ് നമുക്ക്. ഞാൻ പറഞ്ഞത്, ഇത് മനസ്സിലാക്കാതിരിക്കാൻ പിശാച് നമ്മുടെ തലയിൽ കിടന്ന് കളിക്കും. ഇപ്പോൾ ഇത് അവനെ ഞാൻ നിനക്ക് വിട്ടു തരുന്നു. ചില നേരങ്ങളിൽ നമ്മൾ പാപം ചെയ്തത് കൊണ്ടാകണമെന്നില്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റളക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പിശാചിന് ദൈവം വിട്ടുകൊടുക്കും.
പിശാചിൻ്റെ ആക്രമണങ്ങൾക്ക് നമ്മളെ വിട്ടുകൊടുക്കും. അപ്പോൾ ഈശോയുടെ പ്രാർത്ഥന ഓർത്തേ, അപ്പോഴും നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മളെ പിശാചിന് ഇട്ടുകൊടുത്തിട്ട് ദൈവം മാറി നിന്ന് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കൊച്ചു വീണു പോകരുത്, എൻ്റെ കൊച്ചു തളർന്നു പോകരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. കാരണം തോറ്റുപോയാൽ തോറ്റുപോകുന്നത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കില്ല, സ്വർഗം കൂടിയായിരിക്കും. ദൈവം തോറ്റുപോകും. പക്ഷെ കർത്താവ് ഒരു ഉറപ്പ് പറയുന്നുണ്ട് കേട്ടോ, ഒരു ഉറപ്പ് നമുക്കൊക്കെ ഉണ്ട്. അത് കർത്താവ് ഒരാൾക്കും വിട്ടുകൊടുക്കില്ല, അത് കർത്താവ് ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. ആ വിചാരം നമുക്കുണ്ടായാൽ മതി. ഇതാ ദൈവം പറയും, ഇതാ അവനെ ഞാൻ നിനക്ക് വിട്ടുതരുന്നു, അവൻ്റെ ജീവനിൽ മാത്രം കൈക്ക് വെക്കരുത്, അവൻ്റെ ജീവനിൽ മാത്രം കൈവയ്ക്കരുത്, അവൻ്റെ ജീവനെ തൊട്ടേക്കരുത്, അതെൻ്റെയാണ്. ബാക്കി നിനക്ക് ചെയ്യാവുന്നൊക്കെ ചെയ്യുക, ബാക്കി നിനക്ക് ചെയ്യാവുന്നൊക്കെ ചെയ്യുക എന്ന് പിശാചിന് ഈ ദൈവം അനുവാദം കൊടുക്കുകയാണ്. ഇതാണ് കർത്താവ് ശിമയോനെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുത്തത്. ശിമയോൻ, ശിമയോൻ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ പോവാടാ, ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ പോവുക. നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളെൻ്റെ മരണം കാണുവടാ, നിങ്ങളുടെ കൺമുമ്പിൽ എൻ്റെ ചോര ഒഴുകുന്നത് നിങ്ങൾ കാണുവടാ. ഞാൻ ഇല്ലാത്ത നേരം നിങ്ങൾ കാണും. നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന്, എന്നും കൂടെ ഉണ്ടാകുമെന്ന് വാക്ക് കൊടുത്ത എൻ്റെ പ്രസൻസ് നിങ്ങൾക്കില്ലാത്ത നേരം വരുവടാ. അതൊക്കെ പരീക്ഷണമാണെന്ന് തിരിച്ചറിയണേ. അതിനപ്പുറത്തൊരു ദിവസം വരെ ഒന്ന് പിടിച്ചു നിൽക്കണേ. അതിനപ്പുറത്തൊരു ദിവസം വരെ നീ ഒന്ന് പിടിച്ചു നിൽക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജനമേ, ഗൗരവത്തോടെ ഈ വിഷയം ചിന്തിച്ചേ, ഗൗരവത്തോടെ ഈ വിഷയം ചിന്തിച്ചേ. എല്ലാ സഹനമല്ല, ചില സഹനങ്ങൾ ഇങ്ങനെയും കൂടെ നമ്മൾ ഇനി ഇൻ്റർപ്രറ്റ് ചെയ്യണം. ചില സഹനങ്ങളെ ചിലപ്പോൾ നമുക്ക് തോന്നുവേ, ചിലപ്പോൾ എനിക്ക് തോന്നും, ഞാൻ പേഴ്സണലായിട്ട് പറയാമല്ലോ. ചില സ്ഥലത്ത് പോയി നമ്മൾ ധ്യാനിപ്പിച്ചു, ടോക്ക് കൊടുത്തു. അപ്പോൾ ചില സ്ഥലത്ത് ധ്യാനം കഴിയുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും, കർത്താവേ ഇവിടെ എന്തോരമാണ് നീ പ്രവർത്തിച്ചേ, ഇവിടെ എന്തോരമാണ് നീ പ്രവർത്തിച്ചേ. അത് കേവലം ഒരു രോഗശാന്തിയോ ഒരു കയ്യടിയോ സൂപ്പർ ക്ലാസ് സൂപ്പർ ടോക്ക് എന്നുള്ള കേവല അനുമോദനമല്ല. മനുഷ്യരുടെ മാനസാന്തരം നമ്മൾ കാണും, മനുഷ്യരുടെ മാനസാന്തരം നമ്മൾ കാണും, മനുഷ്യർ മാറുന്നത് കാണും, കുടുംബ ജീവിതത്തിലൊക്കെ മാറ്റം വരുന്നത് കാണും, അവരുടെ നിലപാട് മാറുന്നത് കാണും. ഇത് കണ്ടിട്ട് ഇതിൽ സന്തോഷിച്ചിട്ട് നമ്മളിത് തിരിച്ചു വരിക എന്ന് വിചാരിക്കണം. തിരിച്ചു വരുന്ന വഴിക്ക് അറ്റാക്ക് കിട്ടും, തിരിച്ചു വരുന്ന വഴിക്ക് അറ്റാക്ക് കിട്ടും. കാരണം എന്നറിയാമോ, അതിനു മുമ്പ് പിശാചും ദൈവവും തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. പിശാചു പറയും, നോക്ക്, കണ്ടോ. ഉടനെ പറയും, എല്ലാം കൊടുത്താൽ പിന്നെ എങ്ങനെ, എല്ലാം കൊടുത്താൽ പിന്നെ എങ്ങനെ, എടുത്തു മാറ്റി നോക്കുന്നു, കൊടുത്തൊക്കെ എടുത്തു മാറ്റി നോക്ക്, അപ്പം കാണാം എന്ന് പിശാച് നമ്മളെ കോട്ട് ചെയ്ത് ദൈവത്തിന് മുമ്പാകെ പറയും. അപ്പോൾ ദൈവം പറയും, നീ അടർത്തി മാറ്റടാ പിശാച്, നീ അവനെ തകർക്ക്, അവൻ്റെ പ്രിയപ്പെട്ടതൊക്കെ നീ തകർക്ക്. അതിൽ പക്ഷേ നമ്മുടെ നല്ല പേരായിരിക്കും, ചിലപ്പോൾ തകർക്കും കേട്ടോ. ചിലപ്പോൾ നമുക്ക് തോന്നും, കർത്താവ് ഇത്ര വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ജീവിക്കാൻ ശ്രമിച്ചിട്ട് നടക്കണമെന്നില്ല, ശ്രമിച്ചിട്ട് പിന്നെ എന്താണ് അപമാനം, പിന്നെ എന്താണ് ഈ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ, ഇത് പിശാചിൻ്റെയാണ്. അതിൻ്റെ മുമ്പിൽ നീ തളരാതെ നിൽക്കണം. നിൻ്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സഹനങ്ങളുടെ മുമ്പിൽ തോറ്റുപോകരുതേ, ഞെരുക്കങ്ങളുടെ മുമ്പിൽ വിശ്വാസം തള്ളിപ്പറയല്ലേ. ഒരു 2 സങ്കടം ഉണ്ടാകുമ്പോൾ ഉടനെ നോക്കിയിട്ട് എവിടെയാ നീ കർത്താവേ എന്ന് ചോദിച്ച് കളയരുതേ. ആ ചോദ്യത്തിൽ സ്വർഗം സങ്കടപ്പെടുകയും നരകം ആഘോഷിക്കുകയും ചെയ്യും. നരകത്തിന് സന്തോഷിക്കാനുള്ള വക നമ്മളായിട്ട് ഒരിക്കലും നമ്മുടെ വായിൽ നിന്ന് പ്രവൃത്തിയിൽ നിന്ന് ഇട്ടുകൊടുക്കരുത്. പിശാച് അങ്ങനെ എൻ്റെ വകയിൽ സന്തോഷിക്കേണ്ട, പിശാച് അങ്ങനെ എൻ്റെ വകയിൽ സന്തോഷിക്കേണ്ട. എത്ര ഞെരുക്കം ഉണ്ടായാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെയാണ്. എൻ്റെ നാവിൽ നിന്ന് എൻ്റെ കർത്താവിനെതിരായിട്ട് ഒരു പള്ളുവാക്ക് വീടില്ലെന്ന് തീരുമാനമെടുക്കണം. നിൻ്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹബക്കൂക്കിൻ്റെ പുസ്തകം, എത്ര സുന്ദരമായ വാക്യം അത്. പല ആവർത്തി നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ബൈബിളെടുത്ത് 2 or 3 പ്രാവശ്യം അടിവരെ ഇട്ട് വെച്ചു. ഹബക്കൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതലുള്ള വാക്യം. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും ഇന്നലെ വരെ പൂത്തതാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അവൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് കേട്ടോ അവൻ്റെ ബിസിനസ് ഇത്രയും, അവൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് കേട്ടോ അവൻ്റെ കച്ചവടം ഇത്ര നന്നായിട്ട് പോകുന്നത്, അവൻ്റെ കൃഷി ഇത്ര ഫ്രൂട്ട്ഫുള്ളാകുന്നത് അവൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്. ദൈവം അവനും തമ്മിൽ നല്ല ബന്ധമാണ്. പെട്ടെന്നൊരു ദിവസം കൃഷി നാശമാകുന്നു, പെട്ടെന്നൊരു ദിവസം കച്ചവടം തരിപ്പണമായിട്ട് മാറുന്നു. ഇന്നലെ വരെ കുർബാനയ്ക്ക് പോയി നിനക്ക് ഇന്ന് കുർബാനയ്ക്ക് പോകാൻ പറ്റുമോ? ഇന്നലെ വരെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് സ്തുതിച്ച നിനക്ക് ഇന്ന് സ്തുതിക്കാൻ പറ്റുമോ? അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോൾ ദൈവനാമത്തിന് മഹത്വം കരയേറ്റിയ നീ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴും അതുപോലെ നിന്നോണം.
അതുപോലെ നിന്നോണം, അല്ലെങ്കിൽ സ്വർഗം സങ്കടപ്പെടുകയും നരകം ആഘോഷിക്കുകയും ചെയ്യും. അനുവദിക്കരുത് പിശാചിനെ. അങ്ങനെ ഇപ്പം നീ സന്തോഷിക്കേണ്ടടാ പിശാചെ എന്ന് പറയാൻ തക്കവിധം കർത്താവിൽ ഉറച്ചു നിൽക്കണം. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടങ്ങൾ ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. എൻ്റെ സമ്പത്തോ, എൻ്റെ മക്കളോ, എൻ്റെ പേരോ, എൻ്റെ വരുമാനമോ അല്ല, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം എന്ന് പറയാൻ തക്കവിധം വിശ്വാസത്തിൻ്റെ ആഴം നമുക്ക് സ്വന്തമാക്കണം. അപ്പോൾ ചോദിക്കുക, അച്ഛാ എന്നുവരെയാണ് ഇത്? എന്നുവരെയാണ് ഈ ഞെരുക്കം? അതിനുള്ള വാക്യം കേട്ടു, റോമ 16:20. അതും കൂടെ വായിച്ച് ധ്യാനിച്ചിട്ട് വേണം ആരാധനയിലേക്ക് പ്രവേശിക്കാൻ. റോമ 16:20. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. സമാധാനത്തിൻ്റെ ദൈവം, നീ ബലം നഷ്ടപ്പെട്ട് തളർന്നു പോകാതെ നിന്നാൽ, നീ തൻ്റെ ഇടത്തോടെ കർത്താവിൻ്റെ കൈ പിടിച്ച് നിന്നാൽ എന്ത് സംഭവിക്കും? സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. അവൻ്റെ തല തകരുന്നത് നമുക്ക് കാണണ്ടേ? പിശാചിൻ്റെ തല തകരുന്നത് കാണണ്ടേ? അതിനുവേണ്ടി സ്റ്റിക്ക് ഓൺ ടു ജീസസ്, കർത്താവിങ്കിലേക്ക് പറ്റി നിൽക്കാൻ നമുക്ക് ആ വിചാരത്തോടെ നമുക്കിന്ന് ദിവ്യകാരുണ്യ ആരാധനയ്ക്കായിട്ട് മുട്ടിന്മേൽ നിൽക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. ജോബിന്റെ പുസ്തകം 1-2 അധ്യായങ്ങൾ ശ്രദ്ധയോടെ വായിച്ച് ധ്യാനിക്കുക. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മതി. വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. തേടിയതല്ല ഞാൻ നിന്നെ, ആ ക്രൂശിൻ സ്നേഹം തേടി പാപിയാമെന്നെ. തേടിയതല്ല ഞാൻ നിന്നെ, ആ ക്രൂശിൻ സ്നേഹം തേടി പാപിയാമെന്നെ. ഓടുന്നു ലാക്കിലേക്ക് പാടുകൾ ഏറ്റു ഞാൻ. ഓടുന്നു ലാക്കിലേക്ക് പാടുകൾ ഏറ്റു ഞാൻ. മാറുവാനാവതിൽ നീനേ, മാറുവാനാവതിൽ നീ. വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മതി. വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മതി. വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ.
വാഴ്ത്തിപ്പാടും ഞാൻ. ഈശോയെ, കരുണാമയനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, കാരുണ്യ വഴിയുടെ 8-ാം നാൾ തിരുമുമ്പാകെ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ കഴിഞ്ഞൊരാഴ്ച ഞങ്ങളെ നയിച്ചതിനെ ഓർത്ത്, പ്രാർത്ഥനയിൽ, വചനത്തിൽ, ദിവ്യകാരുണ്യ തണലിൽ ആയിരിക്കുവാൻ ഞങ്ങളെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവേ, നിനക്ക് നന്ദി പറയുന്നു. ഈശോ, ഞങ്ങളിന്ന് കേട്ടത് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഗൗരവത്തോടെ സ്വീകരിക്കേണ്ട വചനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയെ, നീ പത്രോസിനെ ഒരുക്കിയില്ലേ? ശിമയോൻ, സാത്താൻ നിങ്ങളെ ഗോതമ്പെന്നതുപോലെ പാറ്റാൻ ഉദ്യമിക്കുന്നു. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഗോതമ്പ് പാറ്റുന്നത് പോലെ ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ പിശാച് പരീക്ഷണങ്ങൾക്ക് വിധേയപ്പെടുത്തുമ്പോൾ വിശ്വാസത്തിൻ്റെ കനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പതിര് പോലെ പാറിപ്പോകാതിരിക്കാൻ വിശ്വാസത്തിൻ്റെ കനമുള്ള, ഉദാത്ത വിശ്വാസത്തിൻ്റെ കനമുള്ള ഗോതമ്പ് മണിയാക്കി ഞങ്ങളെ നീ മാറ്റണമേ. നീ അത് എത്രമേൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. ഈശോയെ, നീ പത്രോസിനോട് പറഞ്ഞില്ലേ, നിൻ്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ, ജോബിൻ്റെ പുസ്തകം 1-2 അധ്യായങ്ങളിൽ ഞങ്ങൾ കാണുന്ന കാഴ്ച, നീതിമാനായ വിശുദ്ധനായ ജോബിനെ പ്രതി ദൈവം അഭിമാനിക്കുന്ന രംഗം ഞങ്ങളും കൊതിക്കുകയാണ്. അതുപോലെ ഞങ്ങളെ ഓർത്ത് സ്വർഗം അഭിമാനിക്കുന്ന ദിവസത്തിനായി പിശാച് ദൈവത്തിന് മുമ്പാകെ, നിൻ്റെ മുമ്പാകെ വയ്ക്കുന്ന ആരോപണം എല്ലാം കൊടുത്തത് കൊണ്ടല്ലേ, എല്ലാം കൊടുത്തിട്ടല്ലേ അവൻ നിൻ്റേതായിരിക്കുന്നത്? ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളേറെ സ്വീകരിച്ചത് കൊണ്ടല്ലേ ജോബ് ദൈവത്തിന് മുമ്പാകെ നീതിയുള്ളവനായിരിക്കുന്നത്? എടുത്തു നോക്കിയാലോ, സമ്പത്ത്, കുടുംബം ജോബിൽ നിന്ന് അകറ്റുന്നു. 2-ാം വട്ടവും പിശാച് പരാജയപ്പെട്ടു വന്നിട്ട് ചർമ്മത്തിൽ തൊടാൻ അനുവാദം ചോദിക്കുന്നു. ദൈവമേ, നീ അനുവാദം കൊടുക്കുന്നു. ചർമ്മത്തിൽ തൊട്ടിട്ടും രോഗപീഠകൾ സമ്മാനിച്ചിട്ടും അചഞ്ചലമായ വിശ്വാസം. കർത്താവേ, നിന്നിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന നേരങ്ങളിൽ ഞങ്ങളൊക്കെ വിശ്വാസികളാണ്. പ്രാർത്ഥനകൾക്കുത്തരം കിട്ടുമ്പോൾ ഞങ്ങളൊക്കെ നല്ല വിശ്വാസികളാണ്. പക്ഷേ പിശാച് ഞങ്ങളെ പരീക്ഷിക്കുന്ന നേരങ്ങളിൽ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ മാറ്റ് ഉരയ്ക്കപ്പെടുന്ന നേരങ്ങളിൽ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൂടെ ഇരിക്കുന്ന നേരങ്ങളിൽ, പിശാചിൻ്റെ മുമ്പിൽ തൻ്റെ മക്കൾ തോറ്റുപോകുന്നത് സഹിക്കാനാവാതെ കർത്താവ് കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന പരീക്ഷണങ്ങളുടെ വേളകളിൽ, കർത്താവേ, നൽകപ്പെട്ടതൊക്കെ തകർക്കപ്പെട്ടാലും, നീ തന്നതൊക്കെ നശിച്ചു പോകുന്നത് കൺമുമ്പിൽ ഞങ്ങൾ കണ്ടാലും, നീയുണ്ടല്ലോ എന്നൊറ്റ ചിന്തയിൽ അടിയുറച്ചു നിൽക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. ഹബക്കുക്ക് പ്രവാചകൻ്റെ മനസ്സ് ഞങ്ങൾക്ക് സമ്മാനിക്കണേ. അത്തിപ്പഴങ്ങൾ പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിച്ചെടി കായ്ച്ചില്ലെങ്കിലും, ആലയിൽ ആടുകൾ ഇല്ലാണ്ടായാലും, കർത്താവെ, ഇനിയും എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളേറെ ഉണ്ടായാലും, അത്തരം നേരങ്ങളിലും നിന്നിൽ നിന്ന് അണുവിട ചലിക്കാതെ നിന്റെ കുരിശോട് ചേർത്ത് എന്നെ കെട്ടിയിടാൻ തക്കവിധം വിശ്വാസം എനിക്ക് പകർന്നു തരണേ. ദൈവജനമേ, നമ്മൾ കടന്നു പോകുന്ന സഹനങ്ങളെ സമർപ്പിച്ചേ. ഈ സഹനത്തിൽ നമ്മൾ കാണുന്നത് ഒരു വശത്ത് നമ്മളെയും മറുവശത്ത് നമ്മുടെ സഹനങ്ങളുമാണെങ്കിൽ അപ്പുറത്തൊരു കാഴ്ചയുണ്ട്. പിശാചും സ്വർഗവും തമ്മിൽ നടത്തുന്ന ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ സ്വർഗം തോറ്റുപോകാതിരിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ തല പിശാചിൻ്റെ മുമ്പിൽ താണു പോകാതിരിക്കണമെങ്കിൽ, നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ഏർപ്പെടുന്ന പോരാട്ടത്തിൽ പിശാചിനെ നമ്മൾ തോൽപ്പിച്ചേ പറ്റൂ.
പിശാചേ, നിന്റെ ഹിതം എന്നിൽ നടക്കില്ലെന്ന് നാരകീയ ശക്തികളോട് തിരിഞ്ഞു നോക്കി നിന്ന് പറയാൻ തക്കവിധം കർത്താവേ, ആഴമുള്ള വിശ്വാസം ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവജനമേ, സഹനങ്ങളിൽ അടിപതറാതിരിക്കുവാൻ, ഒരിക്കൽ പോലും ദൈവത്തെ പഴി പറഞ്ഞ് കർത്താവിനെ നിന്ദിച്ച് നരകത്തിന് ആനന്ദിക്കാൻ വക നൽകുന്നില്ലെന്ന് തീരുമാനമെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് മുമ്പാകെ ഇന്ന് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, മുട്ടിന്മേൽ നിന്ന സഹനമേറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഈശോയെ, നിനക്കെൻ്റെ മേലുള്ള ഉറപ്പ് ഒരിക്കലും ഞാൻ തകർക്കാതിരിക്കട്ടെ. ഞാൻ കാരണം സ്വർഗം സങ്കടപ്പെടുകയും നരകം ആനന്ദിക്കുകയും ചെയ്യുവാൻ ഇടവരാതിരിക്കട്ടെ. ഈ പ്രാർത്ഥനയോടെ നമുക്കിന്ന് കരുണക്കൊന്തയ്ക്കായി മുട്ടിന്മേൽ നിന്ന് കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതകളിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും
കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ
പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും
ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. റോമ 16:20 സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കൊതിയോടെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ കാൽ ചുവട്ടിൽ പിശാച് തകരുന്ന കാഴ്ച ആഗ്രഹിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മതി. വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും
എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ആബാ പിതാവേ, ആബാ പിതാവേ, കാരുണ്യം ചൊരിയണമേ. ആബാ പിതാവേ, ആബാ പിതാവേ, കാരുണ്യം ചൊരിയണമേ. കാരുണ്യം ചൊരിയണമേ.